നമസ്തേ. നമ്മുടെ ഇന്നത്തെ പ്രദക്ഷിണ വഴിയിലൂടെ കണ്ണൂർ വിഷൻ ചാനൽ എത്തിയിരിക്കുന്നത് പായം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം. അതിൽ ആദ്യത്തെ ദിവസം നിർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും തുടർന്ന് ഭരത ക്ഷേത്രത്തിലും ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലും കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ പ്രദക്ഷിണ വഴിയിലെത്തിയത് പായം ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലാണ്. ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ക്ഷേത്രങ്ങളൊക്കെ ധാരാളമുണ്ടെങ്കിലും വൃത്ത ശ്രീകോവിൽ അഥവാ വട്ട ശ്രീകോവിലുള്ള ക്ഷേത്രങ്ങൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലും വിശേഷിച്ച് വടക്കേ മലബാറിലും അപൂർവമാണ്. പായത്ത് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെത്തുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ പഴമയോടുകൂടി തന്നെ പഴയ സമ്പ്രദായത്തിലുള്ള വട്ടശ്രീകോവിൽ. ആ വട്ടശ്രീകോവിൽ തൊഴുത് അവിടുത്തെ ശത്രുഘ്നസ്വാമിയെ തൊഴുത് പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഇവിടെ ചക്രസമർപ്പണം, ആ ചക്രസമർപ്പണത്തിനും ഒരു ഐതിഹ്യമുണ്ട്. അത് നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് 5 ഘടകങ്ങളാണ്. ആചാര്യ തപസാംനായ ജപേന നിയമേന ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചത. ഈ 5 കാര്യങ്ങൾ ഏത് ക്ഷേത്ര സന്നിധിയിലാണോ നടക്കുന്നത് ആ ക്ഷേത്രം നാൾക്ക് നാൾ അഭിവൃദ്ധിയിലേക്ക് വരും. പായത്ത് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തിന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ വെച്ച് രാമമന്ത്രവും അതുപോലെ രാമായണത്തിലെ വരികളും ചൊല്ലി സായുജ്യം നേടി പോകുന്ന ഭക്തരും ഏറെയാണ്. നമുക്കും പ്രദക്ഷിണ വഴിയിലൂടെ ശത്രുഘ്നസ്വാമിയെ തൊഴുത് പ്രാർത്ഥിക്കാം. ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത യുദ്ധം കഴിഞ്ഞ് നിൽക്കുന്ന ഭാവത്തിൽ ഉള്ള സങ്കല്പത്തിൽ സുദർശന ചക്രം ഉപയോഗിച്ചുകൊണ്ട് സുദർശന ചക്രം പ്രയോഗിച്ചുകൊണ്ടുള്ള ഭാവവും ഇവിടുത്തെ ശത്രുഘ്നസ്വാമിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ശത്രുവിജയം, കാര്യസിദ്ധി എന്നിവ ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതാൽ അനുഭവസ്ഥരും ഏറെയാണ്. ഇങ്ങനെ തൊഴുതു കഴിഞ്ഞാൽ ഇത്തരം ഫലം ഇവിടെ കിട്ടുമെന്നും അനുഭവസ്ഥരേറെയുണ്ടെന്ന് ഈ ക്ഷേത്രത്തിലെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെത്തി തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഭക്തനും ഇവിടെ കാര്യസിദ്ധിക്ക് വേണ്ടി ചെയ്യുന്നത് ചക്രസമർപ്പണമാണ്. ഈ ചക്രസമർപ്പണത്തിലൂടെ സന്താന സൗഭാഗ്യം, അതുപോലെ കാര്യസാധ്യം, വിവാഹ തടസ്സം ഉള്ളവരെ സംബന്ധിച്ച് വിവാഹ തടസ്സം നീങ്ങാൻ ഈ ചക്രസമർപ്പണം ഏറെ പ്രാധാന്യത്തോടുകൂടി ചെയ്തു വരുന്ന വിശിഷ്ട ക്ഷേത്രം കൂടിയാണ് ശത്രുഘ്നസ്വാമി ക്ഷേത്രം. അങ്ങനെ ശത്രുഘ്നസ്വാമിയെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ഗണപതി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കണം. നമുക്കും പ്രദക്ഷിണ വഴിയിലൂടെ ഗണപതി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കാം. കാരണം ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും
ഒരു കുട്ടിയുടെ വിദ്യാരംഭ കാലഘട്ടത്തിലും ഏത് ആരംഭത്തിലും സനാതനധർമ്മ വിശ്വാസികൾ ഗണപതിയെ വന്ദിച്ചാണ് തുടങ്ങുക. നമുക്കും പ്രദക്ഷിണ വഴിയിലൂടെ ഗണപതി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കാം. നവരാത്രി കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ വെച്ച് ഗ്രന്ഥാരംഭവും ഗ്രന്ഥപൂജയും അതുപോലെ വിദ്യാരംഭവും നൽകുന്ന സന്നിധി കൂടിയാണ്. ക്ഷേത്രത്തിൻ്റെ കന്നിഭാഗത്ത് വിളക്ക് വെച്ച് ദേവിയെ തൊഴുന്ന സമ്പ്രദായമാണ്. നമുക്കും പ്രദക്ഷിണ വഴിയിലൂടെ സർവ ദുരിത പരിഹാരാർത്ഥം ദേവിയെ തൊഴുത് പ്രാർത്ഥിച്ച് പ്രദക്ഷിണ വഴി പൂർത്തിയാക്കാം. ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ പ്രദക്ഷിണ വഴിയിലൂടെ വരുന്ന സമയത്ത് ഉച്ചപൂജയുടെ സമയമാണ്. നമുക്കും ഉച്ചപൂജ സന്ദർഭത്തിൽ ശത്രുഘ്നസ്വാമിയെ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളെയും ദുഃഖങ്ങളെയും മറികടക്കാൻ വേണ്ടി ശത്രുഘ്നസ്വാമിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വട്ട ശ്രീകോവിലാണ്. നമുക്ക് കാണുമ്പോൾ അതിൻ്റെ ആ പൂർണ്ണത മനസ്സിലാകും. പൂർണ്ണമായും വൃത്താകൃതിയിലുള്ള ശ്രീകോവിൽ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഈ സമീപ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദക്ഷിണ വഴിയിൽ വരുന്ന സമയത്ത് കർക്കിടക മാസമായതുകൊണ്ട് ധാരാളം ഭക്തജനങ്ങൾ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് കാര്യം നേടിപ്പോകുന്നവരും ഏറെയാണെന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൻ്റെ മുഖം കിഴക്കോട്ട് അഭിമുഖമായിക്കൊണ്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ധാരാളം താന്ത്രിക പാരമ്പര്യമുള്ള ക്ഷേത്രങ്ങളാണ് പൊതുവെ. ഇവിടെ വെലങ്ങര പട്ടേരി സമ്പ്രദായമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആചാര്യ പാരമ്പര്യം. ഏപ്രിൽ മാസം 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം നടക്കുന്ന വിശേഷമായ ഒരു ക്ഷേത്രം കൂടിയാണ് ശത്രുഘ്നസ്വാമി ക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം, ആ സുദർശന ചക്രത്തിൻ്റെ അംശാവതാരമാണത്രേ ശത്രുഘ്നസ്വാമി. ഈ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ ചക്രം സമർപ്പിച്ച് കാര്യം സാധ്യം നേടുന്നവരേറെയാണ്. ഈ സമയത്ത് മഞ്ഞപ്പട്ടും തളികയും ചക്രവും തന്ന് ക്ഷേത്രത്തിലെ സോപാനത്തിൽ വെച്ച് ക്ഷേത്രത്തിലെ മേൽശാന്തി നക്ഷത്രവും പേരും പറഞ്ഞ് ചക്ര സമർപ്പണം നടത്തിയവരുടെ പേരും നക്ഷത്രവും ദേവനെ കേൾപ്പിച്ച് അനുഷ്ഠിക്കുന്ന ഭക്തി സാന്ദ്രമായ ഒരു പൂജാ സങ്കല്പം കൂടിയാണ് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെ ചക്രസമർപ്പണം. ശത്രുഘ്നസ്വാമി സുദർശന ചക്രം ഉയർത്തി യുദ്ധം ജയിച്ചു വന്ന രാജകീയ ഭാവത്തിലാണ് ഇവിടുത്തെ ശത്രുഘ്ന സങ്കല്പ പ്രതിഷ്ഠ. ജീവിതത്തിലെ യുദ്ധവും ജയിക്കണം, ഭൗതികമായ എല്ലാ യുദ്ധങ്ങളെയും ജയിച്ച് ആധ്യാത്മിക തലത്തിലേക്ക് നമുക്ക് ഉയരാനുമെങ്കിൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ വന്ന്
തൊഴുത് പ്രാർത്ഥിച്ച് പോയാൽ തന്നെ അതേറ്റവും പുണ്യവും സുഹൃതവുമാണെന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ്. ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെത്തിയാൽ നേരത്തെ പറഞ്ഞതുപോലെ ചക്രസമർപ്പണവും അതുപോലെ വരുന്ന ഓരോ ഭക്തനും നെയ്വിളക്ക് ദേവന് സമർപ്പിച്ചു. കൂടാതെ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ തന്നെ നമുക്ക് കാണാം ധാരാളം മഞ്ചാടികൾ സ്വരൂപിച്ച്. മഞ്ചാടി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഓർമ്മ വരുന്നത് പൂർണ്ണമായും ഗുരുവായൂരപ്പൻ്റെ നടയിലാണ്. ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെത്തിയാലും ഭക്തർക്ക് നാണയമിട്ട് മഞ്ചാടി ഭഗവാനിലേക്ക് സമർപ്പിക്കാവുന്ന ഒരു സാഹചര്യം കൂടി ഈ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത് കാര്യസാധ്യത്തിന് വേണ്ടിയും ആത്മസമർപ്പണവുമാണ് ഈ മഞ്ചാടി സമർപ്പണത്തിൻ്റെ പ്രാധാന്യം. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തിന് എത്തിക്കഴിഞ്ഞാൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ കടുംബായസ നിവേദ്യവും അവൽപ്പാവും ഏറെ പ്രാധാന്യത്തോടുകൂടി അനുഷ്ഠിക്കുന്ന ഒരു നിവേദ്യമാണ്. ഏതൊരു ഭക്തനും ഈ രണ്ട് വഴിപാടും കഴിച്ചാണ് ഇവിടെ നിന്ന് തിരികെ പോകുന്നത്. അസംഖ്യം അവതാരമാണ് മഹാവിഷ്ണു. ആ അസംഖ്യം അവതാരത്തിൽ ദശാവതാരത്തിൽപ്പെട്ടതാണ് നമ്മളെപ്പോഴും പറയാറ്. അതിൽ പ്രാമുഖ്യത്തിലുള്ളതാണ് ശ്രീരാമാദി ശത്രുഘ്ന പര്യന്തം. ശത്രുഘ്ന ക്ഷേത്രത്തിൽ തൊഴുതു പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനും ഇവിടെ സമർപ്പിക്കുന്നത് ചക്രസമർപ്പണമാണ്. ആ ചക്രം സമർപ്പിക്കുന്ന സമയത്ത് സ്വർണത്തിൽ ചക്രവും മഞ്ഞപ്പട്ടും അതിൽ അരിയും പുഷ്പവും വെച്ചുകൊണ്ട് ഷോഡശാക്ഷരി മന്ത്രമായ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ഷോഡശാക്ഷരി മന്ത്രം ചൊല്ലിയാണ് ഇത് ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നത്. ഇതിലൂടെ സന്താന സൗഖ്യം, ശത്രുവിജയം, കാര്യസാധ്യം ഇത്രയും കാര്യങ്ങൾ ഒരു ചക്ര സമർപ്പണത്തിലൂടെ ഇവിടെ നടക്കുന്നു. നമുക്കും പ്രദക്ഷിണ വഴിയിലൂടെ ചക്രം ഭഗവാന് സമർപ്പിച്ച് തൊഴുത് പ്രാർത്ഥിക്കാം. ഭഗവാന് ചക്രം സമർപ്പിക്കുമ്പോൾ ഭക്തന് ഏതാണോ ദേവന് സമർപ്പിക്കാൻ തോന്നുന്നത് അത് തന്നെ സമർപ്പിക്കാം. അത് സ്വർണത്തിലും ചെമ്പിലും വെള്ളിയിലും ഈ ചക്ര സമർപ്പണമുണ്ട്. ഏത് സമർപ്പണം നടത്തുമ്പോഴും ഭക്തിയാ സമർപ്പിക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഹരേ രാമ മന്ത്രം ചൊല്ലി കാര്യസാധ്യത്തിന് വേണ്ടി ഇത് സമർപ്പിച്ച് തൊഴുത് പ്രാർത്ഥിച്ചു പോകുന്നവർ ഈ കർക്കിടക മാസത്തിൽ ഏറെയാണ്. പ്രദക്ഷിണ വഴിയിലൂടെ നമുക്കും ഈ സമർപ്പണം പൂർത്തീകരിക്കാം. പായം ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും നമ്മളൊക്കെ കണ്ടും പഠിച്ചും പ്രദക്ഷിണം ചെയ്യാം. ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി 30 വർഷക്കാലഘട്ടത്തോളം പ്രയത്നിച്ചു വരുന്ന ഒരു കമ്മിറ്റി ഭാരവാഹികൾ നമ്മുടെ ഈ പ്രദക്ഷിണ വഴിയിലൂടെ നമ്മൾ കണ്ടു. ക്ഷേത്രത്തിൻ്റെ സമീപ കാലഘട്ടത്തിൽ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങളും നവീകരണങ്ങളും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വട്ടശ്രീകോവിൽ വളരെ അപൂർവമാണ്. അത്തരം വട്ടശ്രീകോവിലും അതിനെ ചെമ്പടിച്ചും ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റം കരിങ്കല്ല് പടുതിയും ഒക്കെ ക്ഷേത്ര നവീകരണ അനുഷ്ഠാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്ര ഭാരവാഹികളാണ്. നമുക്ക് ക്ഷേത്ര ഭാരവാഹികളോട് തന്നെ ഇനി അങ്ങോട്ടേക്കുള്ള നവീകരണത്തെക്കുറിച്ചും നമുക്ക് ചോദിക്കാം. കൂടാതെ ഈ കർക്കിടക മാസത്തിൽ ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും വേണ്ട എല്ലാ സാഹചര്യവും ക്ഷേത്ര കമ്മിറ്റി ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം.
വടക്കേ മലബാറിലെ നാലമ്പലങ്ങളിൽപ്പെട്ട ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യത്തിനോടനുസരിച്ച് ധാരാളം ഭക്തജനങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണിത്. ആ ഒരു സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഏകദേശം ഒരു 5000 വർഷത്തോളം പഴക്കമുണ്ട്. പക്ഷേ ക്ഷേത്ര പുനരുദ്ധാരണം നടന്നു കഴിഞ്ഞിട്ട് 5 വർഷമായിട്ടുള്ളൂ. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. 5 വർഷം കൊണ്ട് ഒരുപാട് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് മുഴുവൻ അന്നപ്രസാദം നൽകുന്നുണ്ട്. അന്നപ്രസാദം നൽകേണ്ട ആ ഒരു അന്നദാന ഹാള്, അത്തരത്തിലുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇനി നമുക്ക് ചെയ്യാനുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാനും അതിനുവേണ്ടി കർമ്മനിരതരായിട്ട് ഒരുപാട് ചെറുപ്പക്കാരും ആൾക്കാരും ഇതിൻ്റെ പുറകിലുണ്ട്. ഓരോ ദിവസവും ഇതിൻ്റെ ഖ്യാതി വർദ്ധിച്ച് വരികയാണ്. ക്ഷേത്രത്തിൽ പരിമിതമായ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ആ പരിമിതമായ സ്ഥലങ്ങൾ വെച്ചാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്ഷേത്രത്തിൻ്റെ ഈ ചുറ്റമ്പലം അതുപോലെ നടപ്പന്തലും പണിതീർത്ത് ഇതിൻ്റെ ഒരു ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നതോടുകൂടി ഇവിടെ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നപ്രസാദം ഒരുക്കുന്നുണ്ട്. ഇത് രാവിലെ 11:30 മുതൽ ഈ അന്നപ്രസാദ വിതരണം തുടങ്ങും. അവധി ദിവസങ്ങളാണെങ്കിൽ അതൊരു 11 മണിക്ക് തുടങ്ങും. വരുന്ന മുഴുവൻ ആൾക്കാരും അന്നപ്രസാദം കഴിച്ചാണ് പോകാറുള്ളത്. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏകദേശം ഒരു 80ഓളം ആൾക്കാരുടെ സേവന സന്നദ്ധമായ പ്രവർത്തനമാണ് നടന്നു വരുന്നത്. ഈ പ്രവർത്തനങ്ങൾ ഇവിടെ പുറത്ത് നടക്കുമ്പോൾ അകത്ത് ആധ്യാത്മികമായ ഒരുപാട് കാര്യങ്ങളോട് ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ചക്രസമർപ്പണമാണ്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മനുഷ്യൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന രീതിയിൽ ഇവിടെ ഭക്തർ വന്ന് സമർപ്പിക്കുന്നുണ്ട്. ആ സമർപ്പണം ചെയ്തു കഴിഞ്ഞ ശേഷം അവർക്കുണ്ടായ മാറ്റങ്ങളും ഗുണങ്ങളും രണ്ടാമതും ഈ ക്ഷേത്രത്തിലേക്ക് കർക്കിടക മാസത്തിലല്ലാതെ ധാരാളം ഭക്തജനങ്ങൾ പിന്നെയും വരുന്നുണ്ട്. കർക്കിടക മാസത്തിൽ തൊഴാനും പ്രാർത്ഥിക്കാനും ബുദ്ധിമുട്ടായവർ പിന്നെയും വരുന്നുണ്ട്. ഈ ക്ഷേത്രം സാധാരണ ദിവസങ്ങളിൽ നട തുറക്കുന്നത് രാവിലെ 5:30 മുതൽ 9 മണി വരെയാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:30 മുതൽ 7:30 വരെയും ഉണ്ട്. കർക്കിടക മാസം മാത്രമാണ് ക്ഷേത്രം പൂർണ്ണമായും എല്ലാ സമയവും തുറന്നിരിക്കുന്നത്. അത് ഇവിടെ അവസാനത്തെ ഭക്തർ വന്ന് തൊഴുതു പോകുന്നവരെ നട തുറന്നിരിക്കും. വൈകുന്നേരം 5:30 മുതൽ 7:00 വരെ ഉണ്ടാകും. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത തന്നെ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചു. വട്ടശ്രീകോവിലോടുകൂടിയ ക്ഷേത്രമാണ്. മൺമറഞ്ഞു പോയ കമ്മിറ്റി മെമ്പർമാരെ ഈ സമയത്ത് ഓർക്കാതിരിക്കാൻ പറ്റില്ല. പി വി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, എൻ വി ചന്തു നമ്പ്യാർ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മുൻ സെക്രട്ടറി ചന്ദ്ര മാസ്റ്റർ, നാരായണൻ നമ്പ്യാർ, അതുപോലെ ഇന്നുള്ള പ്രവർത്തകർ, ഇവരുടെ എല്ലാം സേവന പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഈ ക്ഷേത്രം ഇന്നിവിടെ ഉയർത്തി കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാന ഉത്സവം പ്രതിഷ്ഠാദിനം ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസത്തിലെ പ്രതിഷ്ഠാദിനത്തോട് കഴിഞ്ഞ് നമുക്ക് നടക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തിയാണ്, നവരാത്രി ഉത്സവമാണ്. അതുകൂടാതെ മണ്ഡലമാസം നമ്മുടെ ക്ഷേത്രത്തിൽ പ്രധാന ചടങ്ങുകൾ നടക്കുന്നുണ്ട്. കർക്കിടക മാസത്തിൽ നിത്യവും ഗണപതി ഹോമത്തോടു കൂടിയാണ് നട തുറക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് 2018 കൂടിയാണ് ക്ഷേത്ര കമ്മിറ്റി മെമ്പർമാർ പോലും അറിയാതെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. ആ സമയത്ത് തന്നെ കമ്മിറ്റി മെമ്പർമാർക്കുള്ള ആ അഭിപ്രായം, ഇത്രയും ഭക്തജനങ്ങൾ എത്താൻ എന്താണ് സാഹചര്യം ഉണ്ടായത് എന്ന് കമ്മിറ്റി മെമ്പർമാർ ചിന്തിച്ചപ്പോഴാണ് പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം എന്ന് പറഞ്ഞതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും ഒരു ക്ഷേത്രം മൺമറഞ്ഞ് നിൽക്കുന്നുണ്ട്.
ആ ക്ഷേത്രത്തിൻ്റെ ഉയർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഭക്തന്മാർ ഇൻഡോളജിക്കൽ സർവേ അവർ ഇവിടെ എത്തുകയും അവരുടെ സർവേ ഫലമായി ക്ഷേത്ര കമ്മിറ്റിയോട് പറഞ്ഞു, ഇതുപോലെ പായമ്മിലാണ് ശത്രുഘ്നസ്വാമി ക്ഷേത്രം തൃശ്ശൂർ ഭാഗത്തുള്ളത്, ഇവിടെയും പായമ്മൽ എന്നുള്ള പോലെയാണ് ഉള്ളത്. അതിൻ്റെ ചരിത്രപരമായ രേഖകൾ പരിശോധിക്കുമ്പോൾ പായത്തും ശത്രുഘ്ന ക്ഷേത്രം ആണ് എന്നുള്ള ഒരു സ്ഥിതി വരികയും ക്ഷേത്രം തന്ത്രി വിലങ്ങര ഭട്ടതിരിപ്പാടും അതുപോലെ തന്നെ നമ്മൾ സ്വർണ്ണ പ്രശ്നത്തോടു കൂടി വിഗ്രഹ ശില്പിയെ വിളിച്ചു വരുത്തി ഈ വിഗ്രഹം സൂക്ഷ്മ പരിശോധന നടത്തിയതിന് ശേഷം മാത്രമാണ് കമ്മിറ്റി മെമ്പർമാരെല്ലാം ഈ വിഷ്ണു ഭഗവാന്റെ ശില്പത്തിൽ നമ്മുടെ ശത്രുഘ്ന ഭഗവാന്റെ ഭാവവും കൂടി കൊത്തിവെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. കമ്മിറ്റി മെമ്പർമാർ ഈ വിഷയം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഈ ക്ഷേത്രത്തെ പറ്റി ശത്രുഘ്ന ഭാവവും കൂടിയുള്ളത് പ്രചരണം നടത്തിയത്. അതിനു മുന്നേ വരുമ്പോൾ ഭക്തജനങ്ങൾക്ക് നിൽക്കാൻ ഇവിടെ സൗകര്യം കുറവായിരുന്നു. ലക്ഷങ്ങൾ വാടക കൊടുത്തായിരുന്നു ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യം ഒരുക്കൽ. പക്ഷേ മാതൃസമിതി ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. മാതൃസമിതിയുടെ പ്രവർത്തനം ഇങ്ങനെ പോരാ, ഭക്തജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി തുറന്നു പറയുകയാണ്, ഈ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയെപ്പറ്റി തുറന്നു പറയുകയാണ്. അമ്മമാരുടെ സ്വർണങ്ങൾ കമ്മിറ്റി മെമ്പർമാരെ ഏൽപ്പിക്കുകയും ആ കമ്മിറ്റി മെമ്പർമാർ ഈ സ്വർണം ബാങ്കിൽ പണയം വെച്ചുകൊണ്ട് മാത്രമാണ് ആദ്യത്തെ ചുവടുവെപ്പായ നമ്മുടെ ഭഗവാന്റെ ശ്രീകോവിൽ ചെമ്പടിക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഈ ഓരോ ഭാഗത്തിൻ്റെ പ്രവർത്തനത്തിനും മാതൃസമിതിയുടെ സംഭാവനകൾ ഇന്നും സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. അമ്മമാരുടെ സ്വർണത്തിൻ്റെ ഭാഗമാണ് ഈ കാണുന്നതെല്ലാം പണയം വെച്ചിട്ടാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇന്നും കാണാം അമ്മമാർ ഇന്നലെ 4 മണി വരെ 5 മണി വരെയാണ് ഭക്ഷണം വെച്ചുകൊണ്ടേ ഭക്തജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഭക്ഷണം നൽകിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ സേവനത്തിന് വരുന്ന പ്രായമായ അമ്മമാർ ഈ കമ്മിറ്റി മെമ്പർമാരുടെയെല്ലാം ആ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ ഇന്നും ഓരോ അമ്മമാരും ഇവിടെ വന്ന് ഓരോ സേവനവും ചെയ്യുന്നത്. അതിൻ്റെ ഉയർച്ചയാണ് ഇന്ന് ഈ ക്ഷേത്രം ഉയർന്നു വരുന്നത്. പണ്ട് സ്വർണ്ണപ്രശ്നത്തിൽ പറയുകയുണ്ടായി, ഈ ക്ഷേത്രം ഒരു മിനി ഗുരുവായൂരായി വളർന്നു വരും. അപ്പോൾ നമുക്ക് മനസ്സിൽ കമ്മിറ്റി മെമ്പർമാർക്കെല്ലാം മനസ്സിൽ എങ്ങനെയാണ് ഇത് സാധിക്കുക, അത് നിങ്ങൾക്ക് ഭാവിയിൽ കാണാം എന്ന് മാത്രം ആ പറഞ്ഞതിൻ്റെ ഭാഗമായി ഈ സ്ഥലത്തിൻ്റെ പേര് പോലും വാണിവപ്പോയിരുന്നില്ല ഒരു സ്ഥലമാണ്. ചുറ്റുവട്ടത്തും ഉത്സവകാലത്ത് മിനി ഗുരുവായൂർ പോലെയുള്ള ആറാട്ടോടു കൂടിയുള്ള ക്ഷേത്രം ആയിരുന്നു പുരാതന കാലത്ത് ഉത്സവങ്ങളെല്ലാം നടന്നു വന്നത്. അന്ന് ഭാണിവം നടക്കുന്ന ഭാഗമായതുകൊണ്ടാണ് ഭാണിവപ്പൊയിൽ എന്ന് വന്നത്. ഇന്നത് ലോപിച്ചാണ് ഭാണിയപ്പൊയിലായി മാറിയത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു മുന്നോട്ടമായിട്ടാണ് ഓരോ ആളും ഇന്നും ബിസിനസ്സുമായിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കമ്മിറ്റി മെമ്പർമാർക്ക് നല്ലൊരു സന്തോഷമേ ഉള്ളൂ. ആ സ്വർണ്ണ പ്രശ്നത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ നടക്കണം, അതിനു വേണ്ട കാര്യങ്ങൾ കമ്മിറ്റി മെമ്പർമാരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേൽശാന്തിമാരും കീഴ്ശാന്തിയായാലും കമ്മിറ്റി മെമ്പർമാർ ഒപ്പം തോളുരുമ്മി കൊണ്ട് തന്നെ നമുക്കുള്ള സഹായങ്ങൾ തിരുമേനിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഭക്തജനങ്ങൾക്ക് വേണ്ടി മാത്രം അവർ അഹോരാത്രം പ്രയത്നിക്കുകയാണ്. ഭക്തജനങ്ങൾ ഓരോ ആളും വരുന്ന ദർശനം നടത്തുന്നത് വരെ അവർക്ക് വേണ്ട സൗകര്യം തിരുമേനിമാർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇതിലെ നിത്യപൂജകൾ എല്ലാ ദിവസവും 5:30 മുതൽ 9 മണി വരെയും, അതുപോലെ തന്നെ വ്യാഴാഴ്ച മാത്രം രാവിലെയും വൈകുന്നേരവും ഉള്ളത്. കർക്കിടക മാസത്തിൽ മാത്രമാണ് രാവിലെയും വൈകുന്നേരവും ഭക്തജനങ്ങൾ വന്ന് തീരുന്നത് വരെ നടയടക്കാതെ ഭക്തജനങ്ങൾക്ക് ഭഗവാന്റെ ദർശനം നൽകുന്നത്. ഇനിയും ഇതിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് തിരുമുറ്റം കല്ലുപാകലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം നടപ്പന്തൽ നിർമ്മാണമാണ്. ഈ കൂടിയിരിക്കുന്ന ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ എല്ലാം സഹായം ഇനിയും നമുക്കുണ്ടാകും. വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ക്ഷേത്ര കമ്മിറ്റിയുടെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെയുള്ള സഹായം കമ്മിറ്റിയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുവേണ്ടിയുള്ള അഹോരാത്ര പ്രയത്നമാണ് ഈ കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ 4 അമ്പല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ഓരോ നിർദ്ദേശങ്ങളും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും 4 ക്ഷേത്രങ്ങളിൽ നിന്നും നൽകി വരുന്നുണ്ട്. അവിടെ ഉപ്മാവും കാപ്പിയുമാണെങ്കിൽ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം കഞ്ഞിയാണ് നൽകുന്നത്. അത് ഈ ക്ഷേത്ര കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനമാണ്.
അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇന്നലെ വരെ എല്ലാ ഭക്തരും ഭഗവാനെ തൊഴുത് സായുജ്യമടഞ്ഞാണ് പോയിരിക്കുന്നത്. ഏതൊരു ക്ഷേത്രത്തിൻ്റെയും അഭിവൃദ്ധിക്ക് ആ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി അവിടുത്തെ ഭാരവാഹികളാണ്. പായമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ ക്ഷേത്രത്തിലും അമ്മമാരുടെ ഒരു കൂട്ടായ്മ. ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ സ്വന്തം സ്വർണ്ണാഭരണം പോലും ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി സമർപ്പിച്ച അമ്മമാരുടെ ഒരു കൂട്ടായ്മ ഇവിടെയുണ്ട്. ഈ കർക്കിടക മാസത്തിൽ ഇവിടെ വരുന്ന ധാരാളം ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന നാലമ്പല ദർശനത്തിനെത്തുമ്പോൾ 11:30 മണി സമയമാകുമ്പോഴേക്കും ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും വേണ്ടി ഭക്ഷണം ഒരുക്കി വെച്ച്, സ്വന്തം വീട്ടിലെങ്ങനെയാണോ അതുപോലെ ഭക്ഷണം ഒരുക്കി വെച്ച് കാത്തിരിക്കുന്ന ഒരു മാതൃസമിതിയും ഇവിടെയുണ്ട്. നമുക്ക് മാതൃസമിതിയോട് തന്നെ ഇവരുടെ അനുഭവവും നമുക്ക് ചോദിക്കാം. ഇന്നലെ 2,000-3,000 ജനങ്ങളിവിടെ ഭക്ഷണത്തിനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യം നമുക്ക്, എല്ലാവരുടെയും സഹായങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അടുക്കളയിൽ നമുക്ക് മാതൃസമിതിയുടെ ആൾക്കാർ തന്നെ ഒരു സമൂഹം പോലെ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ വളരെ അകമഴിഞ്ഞ സേവനങ്ങളും സഹായങ്ങളും എടുത്തു പറയേണ്ടതാണ്. ഇവിടെ ഈ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം എല്ലാ വർഷത്തിലുള്ള ഏത് പരിപാടിക്കും ഏത് കാര്യത്തിനും നമ്മുടെ മാതൃസമിതിയുടെ ഒരു കൂട്ടായ്മ നമുക്ക് ഇവിടെ ഉണ്ട്. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. കർക്കിടക മാസം സംക്രമം തൊട്ട് കർക്കിടക മാസത്തിൻ്റെ മുഴുവൻ 32 ദിവസവും നമ്മളിവിടെ സജീവമാണ്. അത് എത്ര കഴിയില്ലാന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം മടങ്ങിപ്പോയാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഊർജ്ജം, അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കടാക്ഷം കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഭക്തർക്ക് 11:30 ആകുമ്പോഴത്തേക്കും കഞ്ഞി, അതിനൊരു പുഴുക്കും ഒരു അച്ചാറും നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കഴിച്ചിട്ട് പോകുമ്പോൾ അവർ നമ്മളോട് പറയുന്നുണ്ട്, എല്ലാവരും വന്നിട്ട് പറയും, നിങ്ങളുടെ ഭക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ സേവനത്തിന് വളരെ നന്ദി എന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അതാണ് ഏറ്റവും സന്തോഷം. ഇതൊരു സേവനം തന്നെയാണ് ശരിക്കും. അന്നദാനം മഹാദാനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടി പ്രയത്നിക്കുന്ന നമുക്കെല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷം എപ്പോഴും ഉണ്ടാവുമെന്നുള്ള ഒരു വിശ്വാസം മാത്രമാണ് നമുക്കുള്ളത്. പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ വന്ന് ശത്രുഘ്നസ്വാമിയെ തൊഴുത് ചക്രസമർപ്പണം നടത്തി ദേവിയെയും ഗണപതിയെയും തൊഴുത് പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിലെത്തുമ്പോഴും നമുക്കവിടെ വനശാസ്താവിനെ കാണാം. ഈ വനശാസ്താവിൻ്റെ പ്രത്യേകത സദാകാലം മഴയും വെയിലും നനഞ്ഞിരിക്കുന്ന ശാസ്താവാണ്. ശനിദോഷ നിവാരണത്തിന് എള്ളു വഴിപാടും നീരാഞ്ജനവും ചെയ്യുന്നതും മാല ചാർത്തുന്നതും ഇവിടെ ഏറ്റവും പ്രധാനമാണ്. നമുക്കും പ്രദക്ഷിണ വഴിയിലൂടെ വനശാസ്താവീശ്വരനെ തൊഴുത് പ്രാർത്ഥിക്കാം. പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപമാണ് ഈ കാണുന്നത്. നാലമ്പല ദർശനത്തിലെത്തുന്ന ഏതൊരു ഭക്തർക്കും ഇവിടെ വന്ന് രാമായണ പാരായണം നടത്തുവാനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കർക്കിടക മാസത്തിൽ നടക്കുന്ന ആധ്യാത്മിക സത്സംഗങ്ങൾ ഇവിടെ വെച്ച് നടക്കുന്നു. ക്ഷേത്രത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ ഭഗവത്ഗീത ക്ലാസ്, ഭഗവത്ഗീത പാരായണം, അതുപോലെ വാദ്യകലകൾ ഈ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ വെച്ച് തന്നെ നടത്തിക്കൊണ്ട് അത് പഠിപ്പിച്ച് അരങ്ങേറ്റം നടത്തുക. ചുരുക്കം ആധ്യാത്മികമായും ഭൗതികമായുമുള്ള എല്ലാ സാഹചര്യങ്ങളും പായമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്ന സമയത്ത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും.
പായം ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ നാലമ്പല ദർശനത്തിന് പല ക്ഷേത്രങ്ങളിൽ നിന്നും തൊഴുതു വരുന്ന ഭക്തരെ നമുക്ക് കാണാം. ക്ഷേത്രത്തിലെ അന്നദാനം സ്വീകരിക്കലാണ്. എല്ലാ ക്ഷേത്രത്തിലും അന്നദാനമാണെങ്കിൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത പയറും കഞ്ഞിയും അച്ചാറും. നമുക്കറിയാം, ഒരു ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് 5 കാര്യങ്ങൾ: ആചാര്യതപ സാമ്നായ ജപേന നിയമേന ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധസ്തു പഞ്ചത. ക്ഷേത്രത്തിൽ വെച്ച് അന്നദാനം സ്വീകരിച്ച് തൊഴുത് പ്രാർത്ഥിച്ചു പോകുന്ന ഭക്തരും ഏറെയാണ്. കണ്ണൂർ വിഷൻ ചാനൽ പ്രദക്ഷിണ വഴിയിലൂടെ വരുന്ന സമയത്ത് ധാരാളം ഭക്തർ വന്ന് ദേവൻ്റെ അന്നദാനവും അതുപോലെ 11 മണിക്ക് മുൻപ് വരുന്നവർക്ക് ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് വെച്ച് തന്നെ കാപ്പിയും കൊടുക്കുന്നതും കാണാം. ഈ കഴിഞ്ഞ ദിവസം 2000-ന് മേലെ ഭക്തർ വന്ന് ഇവിടെ വന്ന് അന്നദാനം സ്വീകരിച്ച് സംതൃപ്തരായി പോയ ഭക്തരും ഏറെയാണ്. പായം ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ നിത്യനൈമിത്തികമായ ദൈനംദിന ചൈതന്യവർദ്ധകമായ കാര്യങ്ങൾ നടത്തിക്കുന്നത് 2 ഇല്ല പരമ്പരകളാണ്. അതിൽ മാങ്ങാട്ടിരി ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരി നമുക്ക് അദ്ദേഹത്തോട് തന്നെ എടുത്ത ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പൂജാ സമയങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ രാവിലെ 5:30 മുതൽ 5:30 നട തുറന്ന് 9 മണിക്ക് നടയടക്കലാണ്. എല്ലാ ആഴ്ചയിൽ 2 നേരം, 1 നേരം മാത്രമേ 2 നേരമായിട്ടുള്ള പൂജയുള്ളൂ. വ്യാഴാഴ്ച മാത്രം. മുമ്പ് കാലങ്ങളിൽ വ്യാഴാഴ്ച മാത്രമേ ഇവിടെ പൂജ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ നിത്യപൂജ ആയതുകൊണ്ട് പിന്നെ എല്ലാ ദിവസവും രാവിലെ മാത്രം പൂജ ചെയ്ത് വ്യാഴാഴ്ച മാത്രം 2 നേരം പൂജ കഴിക്കുന്നു. പിന്നെ ഇവിടുത്തെ ശത്രുഘ്നനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മഹാവിഷ്ണു ശത്രുഘ്ന അവതാരത്തിലുള്ള പ്രതിഷ്ഠയാണ്. ഇവിടെ എല്ലാ കാര്യസാധ്യത്തിനുമായി ചക്രസമർപ്പണം പ്രധാന വഴിപാടാണ്. അത് സ്വർണം, വെള്ളി, ചെമ്പ് ഈ 2-3 ലോഹങ്ങളെ കൊണ്ടുള്ള ചക്രമാണ് ഇവിടെ സമർപ്പിക്കുന്നത്. ഭക്തന്മാർ ധാരാളം ഇവിടെ വന്നു. ഇന്നലെ തന്നെ ഞായറാഴ്ചയായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. 4:30 മണിക്ക് മാത്രമേ നടയടക്കാൻ സാധിച്ചുള്ളൂ. അത്രയും തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പ്രധാന വഴിപാട് അവൽ നിവേദ്യം, കഠിന പായസം ഇതൊക്കെയാണ് വഴിപാടുകളായിട്ടുള്ള ചെയ്യുന്നത്. പിന്നെ നെയ്വിളക്ക് പ്രധാനമാണ് ഭഗവാൻ. പായം ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ പ്രദക്ഷിണ വഴിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത്. ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് ചക്രസമർപ്പണത്തിലൂടെ ശത്രുദോഷവും കാര്യസാധ്യവും ഇതിലൂടെ സിദ്ധിക്കുമെന്നും കണ്ണൂർ ജില്ലയിലെ നാലമ്പല ദർശനത്തിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തൊഴുത്, എളയാവൂര് ഭരതനെ തൊഴുത്, പെരിഞ്ചേരി ലക്ഷ്മണസ്വാമിയെ തൊഴുത്, പായം ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിച്ചാണ് നാലമ്പല ദർശനം ഓരോ ഭക്തരും പൂർത്തിയാക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഇവിടെ വന്ന് രാമായണത്തിലെ വരികൾ ചൊല്ലിയും ഷോഡശാക്ഷരി മന്ത്രമായ ഹരേരാമ മന്ത്രം ചൊല്ലിയും കാര്യം നേടുന്നവർ ഏറെയാണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. മറ്റൊന്ന്, ചക്രസമർപ്പണ സമയത്ത് രാമമന്ത്രം ചൊല്ലി സോപാനപ്പടിയിൽ വെച്ച് തൊഴുതു പ്രാർത്ഥിക്കുകയാണ്. കിഴക്കോട്ട് ദർശനമായുള്ള ശത്രുഘ്നസ്വാമി ക്ഷേത്രം. കർക്കിടക മാസത്തിൽ ഗണപതി ഹോമവും മറ്റാചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടക്കുന്ന ക്ഷേത്രം. അഷ്ടമി രോഹിണി നാളിലും അതുപോലെ നവരാത്രി കാലഘട്ടത്തിലും ഏറെ പ്രാധാന്യത്തോടുകൂടി അനുഷ്ഠിക്കുന്ന പരമപവിത്രമായൊരു സങ്കേതമാണ് ഈ ക്ഷേത്രമെന്നും പായം എന്ന പേര് വരാൻ കാരണം പോലും പായത്താൽ ചുറ്റപ്പെട്ടത് കൊണ്ടാണ് ഇതിനെ പായം ശത്രുഘ്നസ്വാമി ക്ഷേത്രമെന്ന പേര് വന്നത് എന്നും ഇവിടെയുള്ളവർ നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെ പ്രദക്ഷിണ വഴി ഇവിടെ പൂർണ്ണമാകുന്നില്ല. മറ്റൊരു ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഐതിഹ്യങ്ങളുമായി നമുക്ക് വീണ്ടും പ്രദക്ഷിണ വഴിയിലൂടെ കാണാം. നന്ദി, നമസ്തേ.